അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്ന് 2-3 വീഡിയോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കാണണം. നേർച്ചയാണ് അത്ര നേർച്ച. ഇസ്ലാമിന്റെ മേൽ വരവ് വെക്കുകയാണ് ഈ മുസ്ലിയാക്കന്മാര്. ഇവര് കാട്ടിക്കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളൊക്കെ നേർച്ചയാണ്. നേർച്ച എന്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത്, ഈ സമസ്ത അതൊരു മതാണ്. സമസ്തയിൽ കൊണ്ടുപോയി തല പണയം വെച്ച കുറെ മുസ്ലിയാക്കന്മാരുണ്ട്. അവർക്ക് അവരുടേതായിരിക്കുന്ന ചില അനുഷ്ഠാനങ്ങളും ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഷിയാക്കളിൽ നിന്ന് കടമെടുത്താണ്. ഷിയാക്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ നമുക്കിപ്പോ ഒന്നും ഇല്ലെങ്കിൽ മോശമല്ല എന്ന നിലക്കാണ് ഇവർ ഈ നേർച്ചയെ കാണുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ കുറെ കാര്യങ്ങള് മരിച്ചവരെ വെച്ചിട്ട്, അതായത് ഒരു മയ്യത്ത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഭമാണ്. കാരണം പൈസ മുടക്കൊന്നും വേണ്ടല്ലോ. തുടക്കത്തിൽ എന്തേലും നക്കപ്പിച്ച് എന്തെങ്കിലും പൈസ ചെലവാക്കിയാൽ പിന്നെ അവിടെ കിട്ടുന്നത് മൊത്തം ലാഭമല്ലേ. അപ്പൊ അതിന് വേണ്ടി ഇവര് നേർച്ച ഇസ്ലാം പഠിപ്പിച്ചതാണ്. ആ നേർച്ചയുടെ മറവിലാണ് ഇവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാണുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് സമസ്ത മതമാണ്. സമസ്തക്കാരുടെ ഈ നേർച്ച, അതായത് ഈ നേർച്ച നിങ്ങൾ കണ്ടാല് ഇത് നിങ്ങളൊന്ന് നോക്ക്. മുസ്ലിയാക്കന്മാർക്ക് എന്തായാലും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഇത് ഉപജീവന മാർഗമാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണോ? ഇതാണോ ഇസ്ലാം പഠിപ്പിച്ച നേർച്ച? നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കിയേ. നമുക്ക് പിന്നെ ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പിന്നെ പറയാം. ആദ്യത്തെ വീഡിയോ ഒന്ന് കാണും. اللهم إنا أعوذ بك شر الشياطين اللهم إنا أعوذ بك شر الظالمين اللهم يسر عسيرنا وسكل أمورنا وأعد ديوننا واشف أمراضنا وأمراض مرضانا وأمراض الظاهرية وأمراض جميع المؤمنين والمؤمنات والمسلمين والمسلمات ഇത് ഏത് മതമാണ് സഹോദരങ്ങളെ? ഇത് ഇസ്ലാമാണോ? ഇസ്ലാം പഠിപ്പിച്ചതാണോ ഇത്? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ സലഫ് സ്വാലിഹീങ്ങളോ പഠിപ്പിച്ച ഒരു ആചാരം അവര് ചെയ്തു കാണിച്ചെന്ന ഒരു ആചാരമാണോ ഇത്? അല്ല. അപ്പൊ ഇത് ആരുടെ മതമാണ്? ഇത് സമസ്ത മതം, ആ മുസ്ലിയാക്കന്മാരുടെ മതം. നോക്ക് നിങ്ങൾ, അവിടെ കൂട്ടപ്രാർത്ഥന ചെയ്യാണ്. ആണും പെണ്ണും ഒക്കെ മിക്സ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ചങ്ങാതി ആനയുടെ മുകളിൽ നിന്നിട്ട് ആമയും പിടിക്കല്, എന്നിട്ട് ഇങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൊടി ഉയർത്തുക. നിങ്ങളൊന്ന് ആലോചിക്കട്ടോ ഈ സമൂഹത്തിന്റെ അവസ്ഥയും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതാണ് നേർച്ച, ഇസ്ലാം പഠിപ്പിച്ച നേർച്ച ഇതാണ് എന്ന് സാധുക്കളായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. എന്നിട്ട് ആനയെ കൊണ്ട് 3 പ്രാവശ്യം ആമയും പറയിപ്പിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ കൊടി ഉയർത്തുക. ഇത് പലരും പറയും, അലവി ഒരിക്കൽ ചോദിച്ചു ആനയ്ക്ക് എന്താ കുഴപ്പമെന്ന്. ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞപ്പോ നിരവധി വീഡിയോ കാണാൻ പറ്റും ആനയ്ക്ക് ഇപ്പൊ എന്താ കുഴപ്പം എന്നുള്ള കാര്യമൊക്കെ. അലവിക്ക് ആ കുഴപ്പം മനസ്സിലായിട്ടില്ല എന്താണെന്ന്. കാരണം അലവിക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല. ആനയ്ക്ക് എന്താ കുഴപ്പമെന്ന് അലവി ചോദിക്കണേ. അതോടൊപ്പം തന്നെ പലരും പറയാം, പല മുസ്ലിം പേരോടൊക്കെ ഞങ്ങൾ നേർച്ച നേർച്ച ഇങ്ങനെയുള്ള നേർച്ചനൊക്കെ ഞങ്ങൾ എന്നേ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയലുണ്ട്. പക്ഷെ ആ മുസ്ലിയാക്കന്മാരൊക്കെ തന്നെ അൽഫാത്തിഹ വിളിച്ചിട്ടേ കൂട്ടപ്രാർത്ഥനകൾ കേട്ടില്ലേ? എന്താ ഇഖ്ലാസ്, എന്താ ആമീൻ പിടിക്കലൊക്കെ. ആനയുടെ മുകളിൽ ഇരുന്ന ചങ്ങാതി ആമീൻ പിടിക്കല്. ഇതൊക്കെയാണ് അവസ്ഥ. അവിടെ ആണും പെണ്ണും അവിടെ പിന്നെ ഹറാമൊന്നുമില്ല കേട്ടോ. അവിടെ ജാറാണല്ലോ. ജാറത്തിലാവുമ്പോ പിന്നെ ആണും പെണ്ണൊന്നും വലിയ വിഷയമൊന്നുമില്ല. പള്ളിക്കാണ് പ്രശ്നമുള്ളത്. ജാറത്തിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ വേറെ ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അതും കൂടി കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉറൂസിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള നേർച്ചാദികളൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ദർഗാ ശരീഫിലും പരിസരത്തിലുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദർഗാ ശരീഫിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ നേർച്ചാദികളൊക്കെ ദർഗാ ശരീഫിൽ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ദർഗാ ശരീഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെന്ത് നേർച്ചയാണ്? ഇത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയാണോ? അല്ല, മുസ്ലിയാക്കന്മാർക്കൊന്ന് ചിന്തിക്കണം. നിങ്ങൾ വെറുതെ നാട്ടുകാരെ
പിന്നെ ഇതേപോലെ സാമ്പത്തിക ചൂഷണം ചെയ്ത് തിന്ന് കൊഴുത്ത് നടന്നാൽ പോരല്ലോ. നിങ്ങൾ ദീൻ പഠിക്കുക, ആദ്യം ദീൻ പഠിക്കുക, പാളക്കിതാബൊക്കെ എടുത്ത് വെച്ചിട്ട് കൃത്യമായി ദീൻ പഠിക്കുക. ഇത് ഏത് നേർച്ചയാണ്? ഇത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയാണോ? ഇങ്ങനെ ഒരു നേർച്ച അവിടെ ഒരാള് ഈ ക്രിക്കറ്റ് ഒക്കെ നടക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക, അതേപോലെ ചങ്ങാതി അവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ നമ്മുടെ പരിപാടി തുടങ്ങാറായി, ദർഗാ ഷരീഫ് ആൾക്കാരൊക്കെ ജാറത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയാ. പട്ട് അവിടെ കണ്ടില്ലേ, പട്ട് അവിടെ ആണും പെണ്ണൊന്നും അവിടെ യാതൊരു പ്രശ്നവുമില്ല. അവിടെ ജാറത്തിൽ പെണ്ണുണ്ട് ആണുണ്ട്. ഇവിടെ എന്ത് ഹലാല് എന്ത് ഹറാമ്, ഇവിടെ ആർക്കും കാണാം, എന്തും ചെയ്യാം. നേർച്ചയാണല്ലോ, എന്തും നടക്കും. ഈ നേർച്ച പൂരത്തിലൊക്കെ ഇതാ പരിപാടിയൊക്കെ. കാരണം അവിടെ വെച്ചിട്ട് അവിടെ ഇപ്പൊ ഈ മുല്ലക്കര നേർച്ചുണ്ട്, അവിടെയൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ പിന്നെ മദ്യം ഇങ്ങനെ ബക്കറ്റിൽ കലക്കി കൊടുക്കും, അതിങ്ങനെ മുക്കി കൊടുക്കുക, എന്നിട്ട് അവരിങ്ങനെ ആടുക, എന്നിട്ട് ചന്ദനക്കോട് നേർച്ച മുല്ലക്കര ജാറത്തിലേക്ക്. ഇതൊക്കെയാണ് അവസ്ഥ. കഴിഞ്ഞില്ല, ഇതിന്റെ ബാക്കി ഭാഗം കൂടി ഉണ്ട്. നമ്മുടെ കയറും പാളയും നേർച്ചയ്ക്കുള്ള കൗണ്ടറുകളിൽ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നേർച്ചാദികൾ അർപ്പിക്കുന്നതിനായി ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. കയറുംപാളയും നേർച്ചയ്ക്കുള്ള കൗണ്ടറുകളൊക്കെ സജ്ജമായിട്ട് ഉണ്ട്. നമ്മുടെ ദുആ കൗണ്ടറിൽ ദുആ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഇപ്പോൾ പങ്കുവെക്കുന്നത്. രാവിലെ തന്നെ നേർച്ചാദികൾ അർപ്പിക്കാനും മറ്റു കാര്യങ്ങളുമായി ആളുകൾ ദർഗാ ഷരീഫിന്റെ തൊട്ടടുത്ത് നേർച്ചാദികൾ അർപ്പിക്കാൻ വരുന്നവരുടെ നിരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളുമായി ആളുകൾ ദർഗാ ഷരീഫിന്റെ തൊട്ടടുത്ത് നേർച്ചാദികൾ അർപ്പിക്കാൻ വരുന്നവരുടെ നിരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൗണ്ടർ എത്ര? എന്താ കൗണ്ടർ? കയറും പാളയും നേർച്ചയും. ഈ ഔലിയാക്കന്മാർക്ക് എന്തിനാ ഈ പിന്നെ കയറും പാളിയൊക്കെ? പരലോകത്തിന്റെ വെള്ളം കോരാനാ? എന്താ ഈ സമൂഹത്തിന്റെ അവസ്ഥ? ദുആ കൗണ്ടർ, എന്നിട്ട് അവിടെ ഒരു ചങ്ങാതി തൊപ്പി വെച്ചിട്ടേ അവിടെ നീട്ടി വെളിച്ചിങ്ങനെ ദുആ ചെയ്യുക. ദുആ കൗണ്ടർ ഒരു ഭാഗത്ത് റെസീറ്റ് ബുക്കായിട്ട് ഇരിക്കുന്നുണ്ട്, പട്ട്. എന്നിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും അവര് ഒരു നിരോധനങ്ങളില്ല. സമസ്ത പെണ്ണുങ്ങൾക്കൊന്നും പള്ളിയിൽ കയറാൻ പറ്റൂല, എന്താണ് ഹറാം. എന്നാൽ ജാറങ്ങളോ അതൊക്കെ ഹലാലാണ്. എന്താ കാരണം? പള്ളിയിൽ പോയാൽ മുസ്ലിങ്ങൾക്ക് ഗുണമില്ല. പള്ളിയിൽ പോയിട്ട് നമസ്കരിച്ച് പോരാന്നല്ലാതെ ഇവർക്ക് തിന്നാൻ കിട്ടുമോ? തിന്നാൻ കിട്ടുന്ന ഒരു മാർഗവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ ആരും ചെയ്യണ്ട, പള്ളിക്ക് വരണ്ട, കാരണം ഞങ്ങൾക്ക് നക്കാൻ കിട്ടൂല. ഇതാണ് അവസ്ഥ. ആ സമയത്ത് ജാറത്തിലാണെങ്കിലോ അവർക്ക് തിന്നാൻ കിട്ടാത്തത് കൊണ്ട് പള്ളി ഹറാമ്. ആ സമയത്ത് ജാറത്തിലോ ജാറത്തിലേക്ക് എല്ലാ സ്ത്രീകൾക്കും വരാം, അത് ഏത് സമയത്തും വരാം, പ്രശ്നങ്ങളില്ല. അതാണുങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, പെണ്ണുങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒക്കെ ഒരു മിക്സ് ആയിട്ടും കുഴപ്പമില്ല. അതങ്ങനെ സമ്മിശ്രമായ രൂപത്തിലൊക്കെ ആർക്കുണ്ടെങ്കിലും വരാം. എന്താ? സാമ്പത്തിക ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് സമസ്ത ജാറങ്ങൾക്ക് എന്ന് ഹലാലാണ്. സമസ്തയിലെ സ്ത്രീകൾക്ക് ജാറം ഹലാല്, പള്ളി ഹറാമ്. പള്ളിയിൽ സാമ്പത്തികമായിട്ട് മൊയിലേക്ക് കിട്ടൂല, സമസ്തയ്ക്ക് ഗുണമില്ല. ആ സമയത്ത് ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ, ഒരു ജാർ ഉണ്ടെങ്കിൽ, അവിടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ നല്ല വരുമാനമാണ്. ഇതാണ് അവസ്ഥ. കൗണ്ടർ വെച്ചിരിക്കുക അത്രേ. എന്തെന്ന് ആലോചിച്ച് നോക്ക് പ്രിയമുള്ള സഹോദരൻ. ഇതൊക്കെ ഇത് ഏത് ഇസ്ലാം? ഞാൻ നേരത്തെ സമസ്തക്ക് സമസ്തയുടെ മതാണ്, അവരുടെ ആചാരമാണ്, ഷിയ ആചാരം. ജൂതന്മാരൊക്കെ ഇന്ന് അച്ചാരം വാങ്ങിയിട്ട് കേരളത്തിന്റെ മണ്ണിൽ ഇതേപോലെ ഷിയായിസം ജനങ്ങളെ പഠിപ്പിക്കാം. ഇതാണ് അവസ്ഥ. പാളിയും കയറും അത്ര നേർച്ച. എന്നിട്ട് ഇങ്ങനെ ഒരു ചങ്ങാതി ഇങ്ങനെ ഇരുന്ന് നീട്ടി വെളിച്ചിട്ട് ഇങ്ങനെ ദ്വാരക്കാം. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ് ചെയ്യും. എന്നാൽ കണ്ടോ ഇത് പറയുമ്പോൾ നേർച്ച ഇസ്ലാം, ആ നേർച്ച ഇല്ല അത്രേ, നേർച്ചയെ എതിർക്കാണ്. നേർച്ചയെ എതിർക്കല്ല, ഇസ്ലാം പഠിപ്പിച്ച നേർച്ച ഉണ്ട്. ആ നേർച്ച റബ്ബിനുള്ളതാണ്, മരിച്ചവർക്കുള്ളതല്ല. അപ്പൊ അത് കൃത്യമായിട്ട് നീം പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇവർക്ക് സമസ്ത പഠിപ്പിച്ചു കൊടുത്ത ആശയല്ലേ ഇവരെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. പിന്നെ ഇപ്പൊ എന്തെന്നാ അതിന് മറുപടി പറയാ? അള്ളാഹു തന്നെ ഇവർക്ക് ഹിദായത്ത് കൊടുക്കണം. നമുക്കിത് പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയല്ല. അത് കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് സത്യമായി പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.